ഹാരിസ് ബിരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. നാളെ പട്ടിക സമർപ്പിക്കും. ഭരണഘടന സംരക്ഷിക്കലാണ് ദൌത്യമെന്ന ഹാരിസ് ബിരാൻ. രാജ്യസഭാ സീറ്റ് പ്രതിസന്ധി മറികടക്കാൻ LDF ശ്രമം. CPIM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. തദ്ദേശ വാർഡ് വിഭജനത്തിൽ ബില്ല് പാസാക്കിയ നിയമസഭ. ബില്ല് പാസാക്കിയത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ. വേഗത്തിൽ ബില്ല് പാസാക്കിയത് പ്രതിപക്ഷം സഹകരിക്കാത്തതുകൊണ്ടെന്ന് മന്ത്രി MP രാജേഷ്. ബാർക്കോഴ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് റോജി M. ജോൺ. അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി MP രാജേഷ്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം 5 മണിക്ക്. വകുപ്പുകളിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും. സഹമന്ത്രി സ്ഥാനത്തിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയെന്ന് സൂചന. രാജ്യസന്നദ്ധ അറിയിച്ചെന്ന വാർത്ത തള്ളി സുരേഷ് ഗോപി. മുരളീധരന്റെ പരാജയത്തിൽ തൃശൂർ DCCയിൽ രാജി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിക്കത്ത് കൈമാറി. ഓഫീസിലെ സംഘർഷത്തിൽ സജീവൻ കുര്യച്ചിറയ്ക്ക് സസ്പെൻഷൻ. വിമതർക്ക് അന്ത്യശാസനവുമായി ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണം. നിർദ്ദേശം പാലിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തെന്ന് മുന്നറിയിപ്പ്. സർക്കുലർ ഇറക്കി എറണാകുളം അങ്കമാലി അതിരൂപത.